മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് രാജിവെച്ചു. മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ രാജി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. നാളെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെയാണ് രാജി. ഇതോടെ നാളെ ആരംഭിക്കാനിരുന്ന ബജറ്റ് സമ്മേളനം മരവിപ്പിച്ചു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വിനി എസ് ചേരുകയാണ്. അശ്വിനി, മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ രാജിയാണ് വന്നിരിക്കുന്നത്. 2023 മെയ്യിൽ മണിപ്പൂർ കലാപം ആരംഭിച്ചിടം മുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ രാജി. ഒടുവിൽ അതിപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്. രാജിയിലേക്ക് ഈ ഘട്ടത്തിൽ വഴിവെച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ 2023 തുടങ്ങിയ സംഘർഷം, അതായത് കലാപം തുടങ്ങിയതിന് ശേഷം 250-ലേറെ ജീവനുകളാണ് മണിപ്പൂരിൽ പൊലിഞ്ഞത്. ഇതിനുശേഷം, അതായത് ഈ സംഘർഷം ഉടലെടുത്ത ശേഷവും ബീരേൻ സിംഗിനോട് മാറി നിൽക്കാൻ അന്നത്തെ BJP നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നില്ല. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ബീരേൻ സിംഗിന് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പദം കൈമാറിയത്. ഇതിനൊക്കെ ശേഷം ഇപ്പോൾ ഒരു സംഘർഷത്തിന്റെ ഒരു സ്ഥിതി മാറി വരുന്നതിനിടയിലാണ് ബീരേൻ സിംഗിനോട് ഇപ്പോൾ മുഖ്യമന്ത്രി പദം ഒഴിയാനായി BJP നേതൃത്വവും അതുപോലെ തന്നെ അമിത്ഷായും അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് വന്നൊരു സാഹചര്യം പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ തന്നെ ബീരേൻ സിംഗിന് എതിരായ ഒരു എതിർപ്പ് ഉയർന്നതാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നയിച്ചതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം കോൺഗ്രസ് നാളെ കൊണ്ടുവരാനിരുന്ന അവിശ്വാസ പ്രമേയത്തിൽ BJPയുടെ MLA-മാർ അടക്കമുള്ളവർ അതിനെ പിന്തുണച്ച് വോട്ട് ചെയ്യുമെന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് BJP ഇപ്പോൾ ബീരേൻ സിംഗിനെ മാറ്റാൻ തയ്യാറായിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 12ഓളം MLA-മാർ ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കും. അതായത് പാർട്ടി വിപ്പ് മറികടന്നുകൊണ്ട് കോൺഗ്രസ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ 12 BJP MLA-മാർ പിന്തുണയ്ക്കുമെന്നടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇതിന് പുറമെ 6 MLA-മാരും കോൺഗ്രസിന് ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 3 സ്വതന്ത്ര MLA-മാരുടെ പിന്തുണ കോൺഗ്രസിന് വരുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള MLA-മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. NPP BJP അതായത് NDA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ BJP അല്ലെങ്കിൽ NDA സർക്കാരിന്റെ ഒരു ഭൂരിപക്ഷം താഴേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബീരേൻ സിംഗിനോട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് മുന്നോടിയായി അവിശ്വാസ പ്രമേയം നീക്കം തടയാൻ വേണ്ടിയിട്ടാണ് ബീരേൻ സിംഗിനോട് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതേസമയം പുതിയൊരു മുഖ്യമന്ത്രി വരുമോ അതോ രാഷ്ട്രപതി ഭരണത്തിലേക്കാണോ മണിപ്പൂർ നീങ്ങുന്നത് എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല. രാഷ്ട്രപതി ഭരണത്തിലേക്കാണ് നീങ്ങുന്നതെന്നടക്കമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. നിലവിലത്തെ സ്ഥിതി സംബന്ധിച്ച്, അതായത് സംസ്ഥാനത്തിന്റെ സ്ഥിതി സംബന്ധിച്ച് ഗവർണർ ഒരു റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര സർക്കാരിനും അടക്കം കൈമാറണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യത സാങ്കേതികപരമായി നിലവിലുള്ളൂ. അതുകൊണ്ട് തന്നെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നതാണ് ഇനിയും നോക്കിക്കാണേണ്ടത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ബീരേൻ സിംഗ് രാജിവെച്ചതോടുകൂടി നാളെ ആരംഭിക്കാനിരുന്ന ബജറ്റ് സമ്മേളനം മണിപ്പൂരിന്റെ ബജറ്റ് സമ്മേളനം ഇത് മരവിപ്പിച്ചിരിക്കുകയാണ്. അതോടുകൂടി കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയ നീക്കം നടക്കാതെ വരികയാണ്. എന്നാൽ BJPക്കുള്ളിലെ നീക്കങ്ങൾ, അതായത് മണിപ്പൂർ BJPക്കുള്ളിലെ നീക്കങ്ങൾ ഇനി എന്താകും എന്നതിലേക്ക് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലക്ഷ്മി, തീർച്ചയായും മണിപ്പൂർ BJPയിൽ ഇനി എന്താകും സംഭവിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ഒരു അവസാന പിടിവള്ളിയായിട്ടാണ് ഇപ്പോൾ ഈ രാജി എന്നുള്ളത് പറയേണ്ടി വരും. പിടിച്ചു നിൽക്കാനാകാതെ അവസാന ഘട്ടത്തിലുള്ള രാജിയാണ്. BJP ഇത്രയും നാളും ഇദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ അവസാനം എൻ ബീരേൻ സിംഗിനോട് രാജിവെക്കാൻ പറഞ്ഞു. അദ്ദേഹം സ്ഥാനമൊഴിയുകയാണ്. മണിപ്പൂർ ഏതായാലും ഏത് തരത്തിലായിരിക്കും മണിപ്പൂരിലെ ഭരണകാര്യങ്ങൾ എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ വിശദമായി നോക്കേണ്ടത്, ഗൗരവത്തോടെ പരിശോധിക്കേണ്ടത് അതായിരിക്കും. മണിപ്പൂരിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളത്. ഏതായാലും ബീരേൻ സിംഗിൻ്റെ രാജി മണിപ്പൂരിൽ ഒരു സമാധാന അന്തരീക്ഷം പുലരുവാൻ ഒരു തരത്തിലെങ്കിലും ഇടയാക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഈ ഘട്ടത്തിൽ നടത്താൻ കഴിയുക. ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വിനി എസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.